സ്നേഹ, മേഘന റെഡിയാണല്ലോ അല്ലേ? ടീച്ചറേ, സമയത്ത് കയറിയില്ല. കേറിയിട്ടുണ്ട് ടീച്ചറെ. കുട്ടികൾ വന്നു തുടങ്ങണുള്ളൂ. നമുക്ക് ഷാർപ്പ് 7 മണിക്ക് തന്നെ തുടങ്ങാം. മേഘന, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിക്കോളൂ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജ് ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പ്രതിവാര പുസ്തക നിരൂപണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും. ഇന്നത്തെ നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ചയ്ക്ക് സ്വാഗതം അർപ്പിച്ചു സംസാരിക്കുന്നതിനായി 2ാം വർഷ മലയാള വിദ്യാർത്ഥിയായ സ്നേഹ എസിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ, സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ആദ്യമായി വ്യാഴാഴ്ച വായനാഴ്ച എന്ന ഈ പുസ്തക നിരൂപണ പരിപാടിയുടെ വിജയകരമായ മുന്നേറ്റത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഇതിൽ പങ്കെടുക്കാനും നിരൂപണങ്ങൾ ശ്രവിക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും സമയം കണ്ടെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി വിജയത്തിന്റെ പാതയിൽ നമ്മുടെ പരിപാടിയെ കടിഞ്ഞാൺ ഭദ്രമാക്കി സൂക്ഷിക്കുന്ന സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള കൃഷ്ണകുമാർ മാഷിനെയും ഹീര ടീച്ചറിനെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെ ഹൃദയസ്പർശിയായ സാഹിത്യ സൃഷ്ടികളാക്കി മാറ്റിയ മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റും സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ NS മാധവൻ തന്റെ ക്ലേശകരമായ സർഗാന്വേഷണത്തിലൂടെ കണ്ടെത്തിയ വിസ്മയ നക്ഷത്രമായ ഹിഗ്ഗുറ്റയെ വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ
അനാവരണം ചെയ്യാൻ ഇന്നിവിടെ സന്നിഹിതയായിരിക്കുന്നത് മലയാള സാഹിത്യത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന, നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും വഴക്കത്തെയും മാധുര്യത്തെയും കൈമുതലാക്കിയ 15 വർഷത്തോളമായി ഗവൺമെന്റ് ഹൈസ്കൂൾ ഇടക്കൊച്ചിയിലെ ഫിസിക്കൽ സയൻസ് അധ്യാപികയും SNMTC പൂർവ്വ വിദ്യാർത്ഥിനിയുമായ സജിത ടീച്ചറാണ്. ടീച്ചറെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ വ്യാഴാഴ്ച വായനാഴ്ചയുടെ ഇന്നത്തെ സെക്ഷനിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി സ്നേഹ. കഥാകൃത്തും നോവലിസ്റ്റുമായ NS മാധവൻ എഴുതിയ ഒരു മലയാളം ചെറുകഥയാണ് ഹിഗ്വിറ്റ. 1995 ചെറുകഥാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഈ കൃതിക്കാണ്. ഹിഗ്വിറ്റ എന്ന പുസ്തകത്തിന്റെ നിരൂപണത്തിലായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപികയും SNM പൂർവ്വ വിദ്യാർത്ഥിനിയുമായ സജിത KN ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും ബഹുമാനമുള്ള കൃഷ്ണകുമാർ സാറ്, ഹീര ടീച്ചർ, പ്രിൻസിപ്പൽ സുസ്മിത ടീച്ചർ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് ടീച്ചറെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇന്ന് ശിശുദിനം കൂടിയാണ് എന്ന് കൃഷ്ണകുമാർ സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ തന്നെ ടീച്ചർ അവതരിപ്പിക്കുന്ന ദിവസം ശിശുദിനമാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളെ, നിങ്ങളെ കുട്ടികളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ പോലെ തന്നെ അവിടെ പഠിച്ചിരുന്ന ഒരാളാണ്. എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? മലയാള ഭാഷയിൽ ഒരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത ഒരു സാഹിത്യകാരനാണ് ശ്രീ NS മാധവൻ സാർ. അദ്ദേഹത്തിന്റെ കൃതികൾ ഒരിക്കൽ വായിച്ചാൽ പിന്നെ നമ്മൾ അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് വായിക്കാൻ തുടങ്ങും. അത്ര മനോഹരമായ സൃഷ്ടികളാണ് അദ്ദേഹം മലയാള കഥാലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോവലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. കൊച്ചിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ കൊച്ചിയിൽ നടന്ന യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലില് അദ്ദേഹത്തെ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ NS മാധവന്റെ ഹിഗ്വിറ്റ എന്ന നോവലിനെ കുറിച്ച് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കുട്ടികള്. ആ നോവൽ ഒരു വിസ്മയം തന്നെയാണ്. നോവലല്ല, കഥ. ആ കഥ ഒരു വിസ്മയം തന്നെയാണ്. അത് മാത്രമല്ല, ഒരു 7 കഥകളുടെ ഒരു സമാഹാരമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഹിഗ്വിറ്റ എന്ന ചെറുകഥാ സമാഹാരം കിട്ടുന്നത്. ഞാൻ ഈ കഥ ആദ്യം വായിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ ഒരു 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു സമയത്ത്, അതായത് ഈ കഥ എഴുതപ്പെട്ട ആ ഒരു സമയത്ത് തന്നെയാണ്. ഒരിക്കൽ മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ വാർഷിക പതിപ്പില് മലയാളത്തിലെ ഏറ്റവും മികച്ച 10 ചെറുകഥകളുടെ കൂട്ടത്തിൽ ആണ് ഈ കഥ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തന്നെ നമ്മുടെ ഹൃദയം പിടിച്ചടക്കിയ ഒരു കൃതിയാണ്. എനിക്കറിയാം, അന്ന് വായിച്ച ഒരു അർത്ഥമല്ല എനിക്ക് ഈ പുനർവായനയിലും അല്ലെങ്കിൽ എത്രയോ തവണ ഞാൻ വീണ്ടും വീണ്ടും അത് വായിച്ചിരിക്കുന്നു ആ സമയത്തൊന്നും കിട്ടുന്നത്. അപ്പോ അന്ന് ആ കഥകളുടെ കൂട്ടത്തില് നമ്മുടെ തകഴിയുടെ വെള്ളപ്പൊക്കത്തിലുണ്ടായിരുന്നു, മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മരണം ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. മറ്റു കഥകളൊക്കെ ഞാൻ മറന്നേ പോയി ഏതൊക്കെയാണെന്ന്. അപ്പൊ അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് ഹിഗ്വിറ്റ. അതിനുശേഷം പിന്നീട് ഓർത്തെടുത്ത് പുസ്തകം സ്വന്തമാക്കി വായിച്ചപ്പോഴും ആ ഒരു അനുഭൂതി അങ്ങനെ തന്നെ പകർന്നു തരാനായിട്ട് ഈ പുസ്തകത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തില് വരുന്ന കഥകൾ, ആദ്യത്തെ കഥ ഹിഗ്വിറ്റ തന്നെയാണ്. രണ്ടാമത്തേത് വൻമരങ്ങൾ വീഴുമ്പോൾ, മൂന്നാമത്തേത് കാർമെൻ, എന്റെ മകൾ ഒരു സ്ത്രീ, 4ാം ലോകം, കാണി, വിലാപങ്ങൾ. ഇങ്ങനെ വ്യത്യസ്തമായ വായന അനുഭവങ്ങൾ തരുന്ന
7 ചെറുകഥകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. അപ്പൊ പുസ്തകത്തിന്റെ തലക്കെട്ട് നൽകിയിരിക്കുന്ന ആ കഥ തന്നെയാണ് ആദ്യം ഹിഗ്വിറ്റ. നമുക്കറിയാം, കൊളംബിയൻ ഗോളിയായ റെനെ ഹിഗ്വിറ്റയുടെ പേരാണ് ഈ കഥയ്ക്ക് നൽകിയിരിക്കുന്നത്. അടുത്ത കാലത്തായിട്ട് ഈ പേരിനെ ചൊല്ലി ഒരു വിവാദമൊക്കെ നടന്നിട്ടുണ്ട് നമ്മളുടെ എസ് മാധവൻ സാറും മലയാള സിനിമാ ലോകവും തമ്മിൽ. നിങ്ങളൊക്കെ അത് അറിഞ്ഞു കാണും. ഈ പേരിനെ ചൊല്ലിയാണ്. എന്തുമായിക്കോട്ടെ, ഈ കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഗീവർഗീസ് അച്ഛൻ ആണ്. ഗീവർഗീസ് അച്ഛന്റെ തട്ടകം തെക്കേ ദില്ലിയാണ്. അവിടുത്തെ ഇടവകയിലെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അച്ഛന്റെ ലോകം. അപ്പോ അച്ഛന് ഫുട്ബോള് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചെറുപ്പത്തില് ഒരു PT മാഷിന്റെ മകനാണ് ഈ അച്ഛൻ. അപ്പോ തന്നെ ഉള്ള ഫുട്ബോളിനോടുള്ള ഭ്രമം, അതുപോലെ തന്നെ സാഹിത്യത്തോടും ഉള്ള ഭ്രമം അച്ഛൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ അച്ഛന് ഫുട്ബോൾ കളി കാണുമ്പോൾ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഗോളികളെയാണ്. ഗോളികള് ആ ഗോൾ മുഖത്ത് അനുഭവിക്കുന്ന ഏകാന്തതയെക്കുറിച്ച് അച്ഛൻ ചിന്തിക്കും. ചിലപ്പോഴൊക്കെ അച്ഛന്റെ ഗോളികൾ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവായി മാറും. 2 കൈകളും വിരിച്ചു വെച്ച് അവർ ഒരു കുരിശിന്റെ രൂപത്തെ ഓർമ്മിപ്പിക്കും അച്ഛന്. മറ്റു ചിലപ്പോൾ ഗോലിയത്തായി മാറും. ഇങ്ങനെ ഗോളികളെ നിരന്തരം വീക്ഷിക്കുന്ന അച്ഛൻ ഒരിക്കൽ ഹിഗ്വിറ്റയെ കാണാനിടയായി. അതോടുകൂടി ഗോൾ മുഖം സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഊന്നി നിൽക്കുന്ന, മറ്റു ഗോളികളിൽ നിന്നും വ്യത്യസ്തനായ, മൈതാനത്തിന്റെ മധ്യഭാഗം വരെ പന്തുമായി കടന്നു ചെല്ലുന്ന ഗോളിയായ ഹിഗ്വിറ്റ അച്ഛനെ ഭ്രമിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കഥയിലെ സന്ദർഭങ്ങൾ ഈ തരത്തിലെ ഗോളിയുടെ ഒരു രീതിയിലാണ് ഹിഗ്വിറ്റയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് കഥാകാരൻ പറഞ്ഞു വെക്കുന്നത്. അച്ഛനെ കാണാൻ എത്തുന്ന ഒരു യുവതി ലൂസി മരണ്ട, അവളുടെ ചില പ്രശ്നങ്ങൾ പറയാനായിട്ടാണ് അച്ഛനെ കാത്തു നിൽക്കുന്നത്. അച്ഛനോട് അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ ആദ്യമൊന്നും അച്ഛൻ അതിന് ചെവി കൊടുക്കുന്നില്ല. ഒക്കെ ശരിയാകും എന്ന് അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അച്ഛന്റെ രൂപം ഗോൾ മുഖം കാക്കുന്ന ഒരു ഗോളിയുടേത് മാത്രമാണ്. മറ്റു പ്രശ്നങ്ങളിലൊന്നും ഇടപെടേണ്ട ആവശ്യം തനിക്കില്ല എന്നുള്ള രീതിയിൽ കടന്നു പോകുന്നതായിട്ടാണ്, ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഒരു ദിവസം ലൂസി അവളുടെ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ആ ജബ്ബാർ എന്ന് പറയുന്ന ആ വ്യക്തി അവളോട് കൂടെ ചെല്ലുവാനായിട്ട് നിർബന്ധിക്കുന്നു. അവളുടെ പ്രതിരോധം എല്ലാം പോയതുപോലെയാണ്. അവൾ അവസാനം, ഞാൻ പോവുകയാണ് അയാളുടെ കൂടെ, അവൻ എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോ അച്ഛൻ ലൂസിയെയും കൂട്ടി, തന്റെ പാന്റും ഷർട്ടിനും മുകളിൽ ധരിച്ചിരിക്കുന്ന ലോഹയും ജപമാലയും ഊരി മാറ്റി ലൂസിയെയും കൂട്ടി ജബ്ബാറിന്റെ വീട്ടിലെത്തി അവനെ തലങ്ങും വിലങ്ങും ഫുട്ബോൾ കളിക്കുന്ന മാതിരി അവനെ അടിക്കുന്നതും, അവൻ ചോര വാർന്ന് താഴെ വീഴുമ്പോൾ അച്ഛന്റെ ഒരു സംഭാഷണമുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോൾ നിന്നെ ഈ ദില്ലിയിൽ കണ്ടുപോകരുത് എന്നും പറഞ്ഞ് തിരിച്ച് ലൂസിയെ അവൾ ജോലി ചെയ്യുന്ന വീട്ടിൽ കൊണ്ടാക്കുന്ന അച്ഛനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ മൈതാനത്തിന്റെ നടുവിലേക്കും വേണമെങ്കിൽ ഇറങ്ങിച്ചെല്ലാം തയ്യാറായ ഒരു ഗോളിയെയാണ്, ഹിഗ്വിറ്റയെയാണ് നമ്മൾക്ക് അച്ഛനപ്പോൾ ഓർമ്മപ്പെടുത്തി തരുന്നത്. അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ഒരു എന്താ പറയാ, ഒരു വളരെ ഭംഗിയായി ആർക്കും വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലെ വളരെ മനോഹരമായ ഒരു കഥയാണ് ഹിഗ്വിറ്റ. അതിന്റെ ഒരു സൗന്ദര്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ സൗന്ദര്യം അതൊരിക്കലും നമ്മളെ വിട്ടു പോവില്ല. പിന്നീട് എപ്പോ കണ്ടാലും ഈ പുസ്തകം ഒന്നുകൂടി വായിക്കാനും ആ കഥ ഒന്നുകൂടി വായിക്കാനും നമ്മളെ അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ മലയാളത്തിലെ എക്കാലത്തെയും മഹാസൗന്ദര്യമായ ഹിഗ്വിറ്റ എന്ന കഥ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ തീർച്ചയായും വായിച്ചു നോക്കണം. ഒരുപക്ഷെ പുസ്തകം എഴുതുന്ന സമയത്ത് മാത്രമാണ് ആ പുസ്തകം അയാൾക്ക് സ്വന്തം. അതിനുശേഷം അത് വായനക്കാർക്കാണ് കിട്ടുക.
ഓരോ വായനയും ഞാൻ വായിക്കുന്ന കഥയാവില്ല നിങ്ങൾ വായിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കഥയോ കവിതയോ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൂടെ നഷ്ടപ്പെടുന്നതാണ് അതിന്റെ കഥ അല്ലെങ്കിൽ കവിത എന്ന് പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഥ ആ ഹിഗ്വിറ്റയിൽ സ്വയം കണ്ടെത്തുക. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ആശംസകൾ. രണ്ടാമത്തെ കഥയായിട്ട് വരുന്നത് വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറയുന്ന കഥയാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വൻമരം വീണ് കഴിഞ്ഞിട്ടുണ്ടായ സംഭവ വികാസങ്ങളാണ് അതിൽ പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മരണം, വെടിവെയ്പ്പ് നടന്നതിന് ശേഷം ഒരു അമ്മമാര് താമസിക്കുന്ന സന്യാസിനി ഒരാലയം. അവിടെയുള്ള പല അമ്മമാരും വയ്യാതെ വീൽ ചെയറിലുള്ളതുണ്ട്, അതുപോലെ തന്നെ മരണം കാത്ത് പ്രതീക്ഷിച്ചു നിൽക്കുന്നവര്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഈ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അവിടെ കൂടുതലും മരണം ഉണ്ടാവാറ്. സിസ്റ്റർ അഗത അതിനെക്കുറിച്ച് കൊണ്ടാണ് കഥ തുടങ്ങുന്നത്. അപ്പോഴാണ് ടിവിയിൽ ഇന്ദിരാഗാന്ധിയുടെ മരണം അറിയുന്നത് ഇവര്. തുടർന്ന് അവിടെ നടക്കുന്ന സംഘർഷങ്ങളും കർഫ്യൂവും ഒക്കെ ഇവരിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ സന്യാസി മഠത്തിന് പുറത്തായിട്ട് വളരെ മുട്ടുന്ന ഒരു ശബ്ദം കേൾക്കാണ് വാതിലില്. ഒന്ന് തുറക്കൂ വാതില്. കുറെ അക്രമികളുടെ മോട്ടോർ ബൈക്കിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവര് വാതിൽ തുറക്കുമ്പോൾ ഒരു കുട്ടിയും ഒരു അമ്മയുമാണ്. സർദാർ കുട്ടിയും സർദാരിനിയായ ഒരു അമ്മയുമാണ് വന്നിരിക്കുന്നത്. അമർജിത്തും ജഗ്ഗു എന്ന് വിളിക്കുന്ന അവരുടെ മകനും. അവരുടെ ഭർത്താവും മൂത്ത മകനും അക്രമത്തിൽ കൊല്ലപ്പെട്ടു. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി അവർ ഓടിക്കയറിയതാണ്. ഈ അമ്മമാര് അവരെ സ്വീകരിക്കുന്നതും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഏറ്റവും മനുഷ്യത്വത്തിന്റെ ഒരു ജാതി മത ഭേദങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ സ്വന്തം സുരക്ഷിതത്വം പോലും അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ ഇവരെ സംരക്ഷിച്ച് അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി അവർ ചെയ്തു കൊടുക്കുന്ന ആ നന്മയുമാണ് ആ കഥയിലൊക്കെ കാണുന്നത്. അതിൽ ആ സർദാർ കുട്ടിയുടെ തലയിൽ ഒരു തലപ്പാവ് ഉണ്ടാവുമല്ലോ അവരുടെ, അത് അവൻ ജന്മം എടുത്ത സമയം മുതൽ മുറിക്കാത്ത അവന്റെ മുടി ഇവരുടെ ഈ ഒരു രൂപമാറ്റത്തിന് വേണ്ടി, ഇവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അമ്മമാര് മുറിച്ചു കളയുന്നതും ആ കുട്ടി അതിനെ എതിർക്കുന്നതും അവന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായ ആ മാറ്റം ഭാഗമായ മുടി മുറിക്കുന്നതിനെ അവൻ എതിർക്കുന്നതും ഒക്കെ ആ കുട്ടി ഒരു ദിവസം അവരുടെ കൂടെ താമസിക്കുമ്പോൾ ആ അമ്മമാരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും ഒക്കെ വളരെ ഹൃദയഹാരിയായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇപ്പോ വൻമരങ്ങൾ വീഴുമ്പോൾ എന്നത്തെയും എൻ്റെ പ്രിയപ്പെട്ട കഥ തന്നെയാണ്. അടുത്ത കഥയായ കാർമെൻ, ഒരു ഇറ്റാലിയൻ പെൺകുട്ടിയുടെ അവളുടെ ഒരു കഥയാണ്. അവളും രാഘവൻ എന്ന് പറയുന്ന ഒരു കഥകളി നടനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ് കാർമെൻ പറയുന്നത്. ഇറ്റലിയിൽ കഥകളി അവതരിപ്പിക്കാനായി ഒരു സംഘം എത്തുന്നു. ആ കൂട്ടത്തിലാണ് രാഘവൻ ഉള്ളത്. ഈ രാഘവനെ കാണുന്ന കാർമെൻ എന്ന യുവതിക്ക് അയാളുടെ ആകാര ഭംഗിയിൽ ആകർഷണം തോന്നുകയും അയാളോട് അടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. കഥകളി ആശാൻ അത് എതിർക്കുന്നുണ്ടെങ്കിലും രാഘവൻ അത് വകവയ്ക്കാതെ കാർമെനോടൊപ്പം പോകാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ കാർമെന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൾക്ക് എല്ലാത്തിനോടും ആകർഷണം തോന്നുക എളുപ്പമാണ്.
അവളുടെ മാംസ സംസ്കരണശാലയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ അവയവങ്ങളായിട്ടാണ് താൻ കാണുന്നതെന്നാണ് കാർമൻ തന്നെ പറയുന്നത്. അവൾ പറയുന്നുണ്ട് അവളുടെ മനസ്സാണെങ്കിലോ ടെഫ്ലോൺ പോലെയാണ്, അതിൽ ഒന്നും തന്നെ പറ്റിപ്പിടിക്കുകയില്ല എന്നാണ് കാർമൻ അവളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അവരുടെ ബന്ധത്തിലും സംഭവിക്കുന്നത്. കാർമൻ രാഘവനോടൊപ്പം ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് കാണുന്ന മറ്റൊരാളിൽ ഇവള് ആകർഷിക്കപ്പെടുകയാണ്. ഈ ഒരു തിരിച്ചറിവിന്റെ ഒരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട്. രാഘവൻ ഇത് തിരിച്ചറിഞ്ഞിട്ട് തിരിച്ച് തന്റെ കഥകളി മേഖലയിലേക്ക്, അല്ലെങ്കിൽ ആശാനെ അന്വേഷിച്ച് പോകുന്നിടത്ത് തിരിച്ച് ആശാനോട് മാപ്പ് പറഞ്ഞ് തിരിച്ച് വരുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. അപ്പോ കാർമനെയും മക്കയിലെയും ഒക്കെ നിങ്ങൾ വായനയിലൂടെ തന്നെ അനുഭവിച്ചറിയുക. അടുത്ത കഥയായ എൻ്റെ മകൾ ഒരു സ്ത്രീ എന്നുള്ളതില് ഒരു പാവം അച്ഛന്റെ മാനസിക വ്യാപാരങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. അതായത് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനും മകളും തമ്മിലുള്ള ആ ബന്ധം അല്ലെങ്കിൽ സ്പർശം, ഇതൊക്കെ കുട്ടികൾക്ക് അനുഭവിക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കാറുണ്ട്. എന്നാൽ ചില കുട്ടികളെങ്കിലും വലുതായി കഴിയുമ്പോൾ ചില അച്ഛന്മാരെങ്കിലും അവരെ അകറ്റി നിർത്തുന്ന ഒരു ഫ്ലാറ്റിന്റെ ജനാലയിലൂടെയാണ് ഈ കുട്ടി, കമല എന്ന് പറയുന്ന കുട്ടി, ലോകം കാണുന്നത്. തൊട്ടടുത്ത ഫ്ലാറ്റിലെ അവളുടെ സുഹൃത്ത് പ്രീതിയുടെ അച്ഛൻ മരിച്ചപ്പോൾ ഈ അമ്മ ഇവളെ കൂടെ കൊണ്ടുപോകുന്നില്ല. അച്ഛന്റെ കൂടെ ഇവളെ ഇരുത്തിയിട്ടാണ് പോകുന്നത്. ആ സമയത്ത് അച്ഛൻ മകളെ കുറിച്ച് ചിന്തിക്കുന്നതാണ് കഥ. അയാളുടെ ചിന്തയിലൂടെയാണ് കഥ വളരുന്നത്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പ്രീതിയുടെ അമ്മയും മരിച്ചതിന് ശേഷം ഈ കമലയുടെ അമ്മ പ്രീതിക്ക് കൂട്ടിരിക്കാനായി പോകുമ്പോൾ ഇവളോട് അച്ഛന്റെ കൂടെ കിടക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ഈ അച്ഛൻ അവളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും 3-ാം നമ്പർ ഷൂവിൽ നിന്ന് ഇനിയും വളർന്നിട്ടില്ലാത്ത കുഞ്ഞു കാലുകൊണ്ട് അവൾ അച്ഛനെ തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ തന്റെ മകളിലെ ആ ഒരു സ്ത്രീത്വമാണ് അത് ചെയ്യിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. അതാണ് എൻ്റെ മകൾ ഒരു സ്ത്രീ എന്ന കഥയുടെ ഒരു ഇതിവൃത്തം. അടുത്ത കഥയായ 4-ാം ലോകം നമ്മളെ യഥാർത്ഥത്തിൽ വിസ്മയിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണ്. 3-ാം ലോകക്കാരനായ ഇന്ത്യക്കാരൻ ഗോവിന്ദൻകുട്ടിയും സോവിയറ്റ് റഷ്യയുടെ പ്രതിനിധിയായ ബക്കിനിനും കൂടി ഒരു ബഹിരാകാശ പേടകത്തിൽ അകപ്പെട്ടു പോവുകയാണ്. അപ്പോ ഒരേ സമയം ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും കടന്നു വരുന്ന ഒരു കഥയാണിത്. എല്ലാം ഇഴചേർന്നിട്ടാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഫാന്റസിയും കുറച്ച് യാഥാർത്ഥ്യങ്ങളും ഒക്കെ ഉണ്ട്. ചില സമയത്തെങ്കിലും ഇതിൽ ഏതാണ് യാഥാർത്ഥ്യം, ഇതിൽ ഏതാണ് ഫാന്റസി എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. വളരെ മനോഹരമായിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ സോവിയറ്റ് റഷ്യയുടെ കമ്മ്യൂണിസത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിലെ പാർട്ടിക്കാരുടെ ചിന്തകളെ കുറിച്ചും ഒക്കെ ഈ കഥ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരല്പം വ്യത്യസ്തത നമുക്ക് ഇതിന്റെ ആഖ്യാന ശൈലിയിൽ കാണാനാവും. അപ്പോൾ നമ്മളുടെ നാട്ടിലെ ആളുകൾ ചിന്തിച്ചിരുന്നത് പോലെ അല്ല യഥാർത്ഥത്തിൽ സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസം എന്നുകൂടി ഇതില് ബക്കിനിൻ പറയുന്നുണ്ട്. നിങ്ങളുടെ അച്ഛൻ ഒരു പാർട്ടിക്കാരനായിരുന്നോ എന്ന് ഈ ഗോവിന്ദൻകുട്ടി ഇയാളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അല്ല, എൻ്റെ അച്ഛൻ 36-ാം വയസ്സിൽ എൻ്റെ അച്ഛനെ സ്റ്റാലിൻ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള 2 പേര് ഒരുമിച്ച് ഒരു ലോകത്തിൽ താമസിക്കുകയാണ്. അവർക്ക് എത്ര ദിവസമായി അവിടെ
കഴിഞ്ഞുകൂടി, അല്ലെങ്കിൽ പുറം ലോകവുമായിട്ടുള്ള ബന്ധം അവസാനിച്ചിട്ട് എന്ന് പോലും അവർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് വിരസത അകറ്റാൻ വേണ്ടിയാണ് ഇവർ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയത്. ആ ഒരു സംഭാഷണത്തിലൂടെയാണ് അതിനിടയിൽ തന്റെ നാട്ടിലെ പല കാര്യങ്ങളും ഭൂതകാലങ്ങളെല്ലാം ഈ ഗോവിന്ദൻകുട്ടി ഓർക്കുന്നു. തീർത്തും തന്റെ അനുഭവങ്ങളിൽ നിന്ന് ഭൂമിയിൽ ജീവിക്കുന്നതിലും നല്ലത് ആകാശത്ത് ജീവിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബക്നീൻ ഒരു ബഹിരാകാശ പൈലറ്റ് ആവാൻ തീരുമാനിച്ചത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ചിന്തയിലെ സോവിയറ്റ് റഷ്യ അല്ല യഥാർത്ഥത്തിൽ ഉള്ളത് എന്നും കൂടി അവിടെ കഥ പറഞ്ഞു വയ്ക്കുന്നു. അടുത്ത കഥ കാണിയാണ്. കാണി ഒരു കാഴ്ചക്കാരനാണ്. ഇവിടെ ഒരു ചെറിയ കുടുംബത്തിന്റെ കഥയാണ് പറയുന്നത്. ഒരു തികച്ചും സ്ത്രീ വേണമെങ്കിൽ പറയാം കാണിയെ. കാണിയില് ഒരു ഭാര്യയും ഭർത്താവും ഒരു ചെറിയ മോനും ഉണ്ട്. അവരുടെ ബന്ധുവായിട്ടുള്ള ഭാര്യയും ഭർത്താവും ശകുന്തളയും കൃഷ്ണനും അവരുടെ കുഞ്ഞു മകൻ തനലും, അവരുടെ ബന്ധുവായിട്ടുള്ള വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഈ കഥയില് ഈ ശകുന്തള അനുഭവിക്കുന്ന ദാമ്പത്യത്തില് ഈ ശകുന്തള അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് അവളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഭർത്താവ്. അവള് കവിത എഴുതാൻ തുടങ്ങുന്നു. ഭർത്താവ് മലയാള സാഹിത്യത്തില് മലയാളം അധ്യാപകനാണ്, എഴുത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോൾ അവര് സന്തുഷ്ടമായ ജീവിതമാണെന്ന് തോന്നുമെങ്കിലും ഈ ശകുന്തളയുടെ ഉള്ളില് തന്റെ ഭർത്താവ് തന്നെ അവഗണിക്കുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട്. എഴുത്തും വായനയുമായിട്ട് ഭർത്താവ് ഒരു മുറിയിൽ കഴിച്ചു കൂട്ടുകയാണ്. അദ്ദേഹം ഇവളെ ആ മുറിയിൽ നിന്നും മാറ്റുന്നതിന് കാരണം പറയുന്നത് വെളിച്ചം ഇവളുടെ ഉറക്കത്തെ ശല്യപ്പെടുത്തും എന്നാണ്. അത് ശകുന്തള സ്വന്തം അമ്മയോട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നീയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ, നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, പക്ഷെ എന്റെ ഭർത്താവിന് അത് മനസ്സിലാകുന്നു തന്നെയില്ല എന്നാണ് ഈ ശകുന്തള പറയുന്നത്. അപ്പോ ഇവളൊരു കവിത എഴുതി ഭർത്താവിനോട് പറയുകയാണ്, ഞാനിന്നൊരു കവിത എഴുതി. ഇത് വായിച്ചിട്ട് അവളെ പരിഹസിക്കുന്ന ഒരു ഭർത്താവ്, ഒരു ശ്ലോകമൊക്കെ ചൊല്ലിയിട്ട് പരിഹസിക്കുന്ന ഒരു ഭർത്താവ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ തെറ്റിദ്ധരിക്കണ്ട, നിന്നെ ഉദ്ദേശിച്ചല്ല ഞാനിത് പറയുന്നത് എന്നും കൂടി ഭർത്താവ് പറയുന്നുണ്ട്. ഈ ശകുന്തള അതിനോടെല്ലാം ഉള്ള അങ്ങനെയുള്ള ആ ഒരു ഇതിൽ നിന്നും ഇവള് പുറത്തു കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. ഇവള് പുറത്തു കടക്കുന്നത് അവളുടെ തന്നെ നീളമുള്ള മുടി തോളറ്റം മുറിച്ച് മറ്റൊരു ആഗ്രഹം, തന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടൽ, തനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം അതാണ് എന്നാണ് ഇവൾ അതിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ അവരുടെ മകൻ ഒരു അപകടത്തിൽ മരിച്ചു പോകുന്നു. അന്ന് ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് ഈ വിജയൻ എന്ന ആളുടെ ഓർമ്മയിലൂടെയാണ് ആ കഥ വികസിക്കുന്നത്. സനലിന്റെ ഓർമ്മയിൽ നിന്നും ഈ അമ്മയായ ശകുന്തളയ്ക്ക് ഒരു മോചനവുമില്ല. അവള് എപ്പോഴും കുഞ്ഞിന്റെ ഓരോ ബ്രഷ് കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ വസ്തുക്കൾ കാണുമ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശകുന്തളയാണ് നമ്മൾ ആ കഥയിൽ കാണുന്നത്. ഒരേ സമയം ഒരു ദുഃഖിതയായ അമ്മയും അതേസമയം എന്താ പറയാ, ഒരു ഭർത്താവിന്റെ അവഗണനയിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയും ഒക്കെ ആ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത കഥയായ വിലാപങ്ങൾ ഒരു സ്വേച്ഛാധിപതിയായ ഒരു പെരുമാളിന്റെ കഥയാണ് പറയുന്നത്. ഈ പെരുമാള് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്രാജ്യം തന്നെയുണ്ട്. അവിടെ ഇയാളിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇയാൾക്ക് സിൽബന്ദികളായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഒരു ഈശ്വരവാര്യർ ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ഒരു 100 വർഷം ജീവിക്കും എന്നാണ് പെരുമാൾ എല്ലാവരോടും പറയുന്നത്. അപ്പോൾ ആ മനുഷ്യന്റെ ഒരു പതനം കാത്തിരിക്കുന്ന അയാളുടെ ചുറ്റുപാടുള്ള ആളുകളെയാണ് നമ്മൾ ഈ കഥയിൽ അവസാനത്തിൽ കാണുന്നത്. പെരുമാള് മരണമടയുമ്പോൾ ഇയാളെ എത്രയും വേഗം നമുക്ക്
നശിപ്പിക്കണം. ഇയാളുടെ ബോഡി പോലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ വയ്യ. കാരണം ആ ഈശ്വരവാര്യർ എങ്ങാനും വന്നാൽ ഇയാൾ ഇനിയും ഒരു 100 വർഷം കൂടി ജീവിക്കും എന്നാണ് ഈ മറ്റുള്ളവര് പറയുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കഥയോട് കൂടിയാണ് ഈ കഥ സമാഹാരം അവസാനിക്കുന്നത്. എന്താണെങ്കിലും മലയാളത്തിന്റെ വിസ്മയങ്ങളായ, മലയാളത്തിന്റെ അമൂല്യങ്ങളായ ചെറുകഥാ സമാഹാരം തന്നെയാണ്, ചെറുകഥകൾ അടങ്ങിയ ഒരു പുസ്തകം തന്നെയാണ് ഹിഗ്വിറ്റ. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഇത് വായിക്കുക, നിങ്ങളുടേതായ കഥയുടെ ലോകം കണ്ടെത്തുക. എല്ലാവർക്കും നന്ദി. നമ്മുടെ അധ്യാപികയും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ സജിത ടീച്ചർ ഏറെ വിലപ്പെട്ട സന്ദേശമാണ് ഹിഗ്വിറ്റയെക്കുറിച്ച് നൽകിയത്. ഹിഗ്വിറ്റ, വൻമരങ്ങൾ വീഴുമ്പോൾ, കാർമെൻ, എന്റെ മകൾ ഒരു സ്ത്രീ, നാലാം ലോകം, കാണി, വിലാപങ്ങൾ തുടങ്ങി 7 കഥകളെ കുറിച്ച് നമുക്ക് ഇതിലൂടെ മനസ്സിലായി. അടുത്തതായി ചർച്ചയ്ക്കായുള്ള സമയമാണ്. നിങ്ങൾക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ഉന്നയിക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒന്ന് ഇടപെടുകയാണ്. നമ്മളുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകനുമായ, ഇംഗ്ലീഷ് അധ്യാപകനും ഭാഷയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന മഹാനായൊരു വായനക്കാരനുമായ പ്രിയപ്പെട്ട ഷമ്മി സാറ് കയറിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. സാറും നമ്മുടെ സ്കൂളിലെ, നമ്മുടെ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എൻ്റെ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. സംസ്ഥാന പാഠപുസ്തക കമ്മിറ്റിയിലൊക്കെ ഉള്ള SCERTയുടെ സ്വന്തം ഷമ്മി സാറിനെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. സാറേ, മ്യൂട്ടായിരിക്കുകയാണ്, അതൊന്ന് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്നെ സജിത ടീച്ചർ 2 വാക്ക് പറയാനായിട്ട് ഈ വലിയ ഗൂഗിൾ മീറ്റിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. ഞാനൊരു യാത്രയിലാണ്, ഇപ്പൊ ബസ്സിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. യാത്രയിലാണ്, ട്രിവാൻഡ്രത്തേക്കുള്ള യാത്രയിലാണ് ഈ മീറ്റിംഗ് കയറിയത്. സമയത്തെക്കുറിച്ച് കൃത്യധാരണയുള്ളത് കൊണ്ട് ആദ്യമേ ഞാൻ പഠിച്ച BEd പഠിച്ച സ്ഥാപനത്തിലെ തന്നെ ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. ഒരു വിദ്യാർത്ഥിയായ സജിത ടീച്ചർ ഇങ്ങനെയുള്ള സാഹിത്യ ചർച്ചകളിൽ പങ്കെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ, കാരണം നമ്മളെപ്പോഴും പറയുന്നത് അനുകരണം അഭിനന്ദനത്തിന്റെ മറ്റൊരു രൂപമാണെന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും അനുകരിക്കുന്നത് അഭിനന്ദനത്തിന്റെ ഭാഷയായിട്ടാണ്. ഈ യാത്ര ചെയ്യുന്നതിന്റെ ചില ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ ഏറ്റവും നല്ല രീതിയിൽ, മനസ്സിൽ കൊണ്ട രീതിയിൽ എല്ലാത്തിനെ കുറിച്ചും നല്ല രീതിയിൽ പറയുകയും അവതരിപ്പിക്കുകയും ചെയ്ത സജിത ടീച്ചറിന് ഞാൻ പഠിച്ച സ്ഥാപനത്തിലെ ഒരു സഹ വിദ്യാർത്ഥി എന്ന തരത്തിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. ഞങ്ങളുടെ സ്കൂളിന്റെയും കൂടി ഒരു അഭിനന്ദനമായിട്ട് ഇത് കാണാൻ എനിക്ക് തോന്നുന്നു. മറ്റു അധ്യാപകരില്ലെന്ന് തോന്നുന്നു, പല തിരക്കായിരിക്കും. മറ്റൊന്ന്, ഞാൻ ഹിഗ്വിറ്റയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം NS മാധവന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഹിഗ്വിറ്റ വായിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടില്ല, ഞാനത് വായിച്ചിട്ടില്ല. പക്ഷെ ടീച്ചറിന്റെ ഒരു അവതരണത്തിലൂടെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് വായന മക്കളുടെ മനസ്സിലുണ്ടാക്കാവുന്ന തരത്തിലാണ് ടീച്ചർ അത് പ്രസന്റ് ചെയ്തത്. ഏറെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ് സജിത ടീച്ചർ ചെയ്തത്. വളരെ അഭിമാനം തോന്നുന്നു. കാരണം ടീച്ചർ ഒരു സയൻസ് അധ്യാപിക, ഫിസിക്സ് അധ്യാപികയാണെങ്കിലും, ഞാൻ ഇപ്പൊ പറയുന്നത് അല്പം കുറച്ച് സ്വാതന്ത്ര്യം എടുത്ത് പറയുകയാണ്. ഭൂമിയിൽ ഓരോ ചലനങ്ങളും നടക്കുന്നത് ഭാഷയിലൂടെയാണ് എന്നുള്ളൊരു തിരിച്ചറിവിന്റെ പുറത്തു നിന്നാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് സയൻസ് എന്നോ മാത്സ് എന്നോ ഇംഗ്ലീഷ് എന്നോ ഒന്നുമില്ല. അപ്പൊ ഈ ഭാഷയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു അധ്യാപിക, പൂർവ്വ വിദ്യാർത്ഥിയും എല്ലാ സഹപ്രവർത്തിയായി കിട്ടിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഏറ്റവും നല്ല രീതിയിലുള്ള അവതരണമാണ് ടീച്ചർ നടത്തിയത്. പിന്നെ അതിലെ ടൈറ്റിൽസിനെ കുറിച്ചൊക്കെ പറയണ ഓരോ ടൈറ്റിൽസും, വൻമരങ്ങൾ വീഴുമ്പോൾ, എന്റെ മകൾ എന്നുള്ള ഓരോന്നിലും ഓരോ എസ്റ്റാബ്ലിഷ്മെന്റുകളാണ് നടന്നത്. അപ്പൊ അത് ആ വാക്കുകളിൽ തന്നെ, ആ ടൈറ്റിലിൽ തന്നെ അതിന്റെ വിവരണങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കാത്ത ആൾക്ക് തന്നെ അത് വായിച്ചെടുക്കാനായിട്ട് അതിന്റെ ടൈറ്റിലുകളിലൂടെ നടക്കും. നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഷേക്സ്പിയറെ കുറിച്ച് പറയുകയാണെങ്കിലും അവരെ എഴുത്തിന്റെ എല്ലാ രൂപങ്ങളും ആ ടൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈറ്റിൽ വഴി എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. വളരെ ഔചാരികമായിട്ടാണ് ഞാൻ നിർത്തുകയാണ്. സമയത്തെ കുറിച്ച് വീണ്ടും പറയുന്നു.
ചില ഡിസ്റ്റർബൻസും ഉണ്ട് ബസ് യാത്രയില്. അപ്പൊ എന്താ വെച്ചാ ടീച്ചർ വളരെ ഭംഗിയായിട്ട് ഇത് അവതരിപ്പിച്ചു. നമ്മുടെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ, ഞാൻ അങ്ങനെ പറയാൻ ആളല്ല, എന്നാൽ ഇത്തിരി കൈമോശം വന്നു പോകുന്ന ഒന്നാണ് വായന. പക്ഷെ അധ്യാപക വിദ്യാർത്ഥികളെങ്കിലും ജീവിതത്തിൽ ഈ തൊഴിൽ ശരിക്കുന്നെങ്കിൽ സർവീസിൽ ഒരു തവണയെങ്കിലും ഒരു റീഡിങ് അഡിക്ഷൻ കിട്ടുന്നത് നല്ലതായിരിക്കും. നമ്മൾ നല്ല തലങ്ങളിലേക്ക് എത്തിക്കാനും നല്ല സംവേദന ശക്തി നമ്മുടെ പൂർവികരായ ആത്മാക്കളുമായിട്ട്, മഹത്തരമായ സൃഷ്ടികൾ ചെയ്തിട്ടുള്ള ആത്മാക്കളുമായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ഭാഷയെ മെച്ചപ്പെടുത്തും. എല്ലാ തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. ഒരിക്കൽ കൂടി SNM സ്കൂള് BEd കോളേജ് 30 കൊല്ലം മുമ്പാണ് പഠിച്ചത്. ഞങ്ങളുടെ ബാച്ചിന്റെയും അന്നത്തെ നാടകവും കഥയും കവിതയൊക്കെ വീണ്ടും മനസ്സിലേക്ക് വന്നു. ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ഒരുക്കിയതിൽ ബഹുമാനപ്പെട്ട സജിത ടീച്ചറിനെയും ഉള്ള പ്രത്യേക സ്നേഹവും. കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്. ഈ യാത്രാ പരിമിതി, സഹയാത്രികരുടെ ചില പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം സാറേ, നല്ലൊരു വിവരണം തന്നതിന്. പിന്നെ ഇന്നിപ്പോ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ആളുകൾ കുറവ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകൾ ചേർന്നേനെ. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഒന്ന് ചേർത്തോട്ടെ. ടീച്ചറെ, ഒരുപാട് സന്തോഷം. ഇന്നിപ്പോ സാറിന് ചെറിയൊരു അസൗകര്യം അവിടെ കോയമ്പത്തൂർ ആയതുകൊണ്ട് ജോയിൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഇത്തിരി ഒഫീഷ്യൽ തിരക്കുകളിൽ പെട്ടുപോയി. അപ്പൊ അതൊന്ന് അറിയിക്കുകയാണ്. പിന്നെ ഇതിനോട് ചേർന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നാളെ NS മാധവന് അവിടെ മഹാരാജാസിലായിരുന്നുവല്ലോ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ആദരവ് കൊടുക്കുന്ന ദിവസം കൂടിയാണ് നാളെ വൈകിട്ട് ഭാഗ്യവിജിയുടെ ഓഡിറ്റോറിയം എറണാകുളത്ത് വെച്ചിട്ട് NS മാധവനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിലേക്ക് എനിക്കും ചെറിയൊരു ക്ഷണം, എൻ്റെ ഒരു സുഹൃത്തിനെ ആദരിക്കുന്നുണ്ട് അതില്. അപ്പോ ക്ഷണം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇതും കൂടി അതിന്റെ കൂട്ടത്തിലൊന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. ഒരുപാട് സന്തോഷം ഇത് കേട്ടപ്പോ. അപ്പോ ടീച്ചർക്ക് പറ്റുകയാണെങ്കിൽ അതിലൊന്ന് പങ്കെടുക്കാം എന്ന് തോന്നുന്നു. പിന്നെ ഇതിനോട് വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ടീച്ചറെ. ഇപ്പോ ഇത്രയും 7 ചെറുകഥകളുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഹിഗ്വിറ്റ മാറ്റി നിർത്തിയാൽ ടീച്ചർക്ക് മനസ്സിന് ചേർന്ന് നിൽക്കുന്ന ചെറുകഥ എന്ന് പറയുന്നത് ഏതായിരിക്കും ഇതില്? തീർച്ചയായും വൻമരങ്ങൾ വീഴുമ്പോഴാണ്. അതും ഞാൻ ചെറുതിലേ തന്നെ വായിച്ചിട്ടുണ്ട് അത്. അപ്പൊ അതും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഞാനിവിടെ ഏതെങ്കിലും വായനശാലകളിലേക്കൊക്കെ ചിലപ്പോൾ എന്നെ ഇങ്ങനെ വായനാ ദിനവുമായി ബന്ധപ്പെട്ടൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആ കഥയെക്കുറിച്ച് പറയാറുണ്ട്. കാരണം കുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന ഒരു ഭാഷാ ശൈലിയാണ് അതിൽ വരുന്നത്. പിന്നെ ഷമി സാറ് പറഞ്ഞ പോലെ തന്നെ ആ ടൈറ്റിൽ തന്നെ ഒരു കഥ പറയുന്നുണ്ട്. ആ ടൈറ്റിൽ തന്നെ ഒരു കഥയാണ്, വൻമരങ്ങൾ വീഴുമ്പോൾ. നമ്മൾ അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ്, ഈ കഥ വായിച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെ അതാ പറയണ, ആ ഒരു പേരിന്റെ സൗന്ദര്യം തന്നെ ആണ് അതിന് കാരണം. വൻമരങ്ങൾ വീഴുമ്പോൾ എനിക്ക് എന്നും പ്രിയപ്പെട്ട ഒരു കഥ തന്നെയാണ്. നന്ദി ടീച്ചർ. ഇനി കുട്ടികൾ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് സംശയങ്ങളോ ടീച്ചറോട് സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പറയാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു കാലാവസ്ഥ പ്രശ്നമുള്ളതുകൊണ്ട് ചിലരൊക്കെ ഇടയിൽ പൊഴിയുന്നുണ്ട്. എന്നാലും അനീക, ബാക്കിയുള്ളവരൊക്കെ, സ്നേഹ 1-2 വാക്കുകൾ പറയാം. ഹലോ.
സ്നേഹ, നിങ്ങൾക്ക് എന്തെങ്കിലും ടീച്ചറോട് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് വൈൻഡപ്പ് ചെയ്യാം. ടീച്ചറും തിരക്കുകളുടെ ഇടയിലാണ് വന്ന് നിൽക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ വേഗമാകാം, അല്ലെങ്കിൽ നമുക്ക് അത് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ ഒരു മഴയുടെ കോള് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു, ഇടിവെട്ടും മഴയും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ പലർക്കും സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മേഘ്ന. ഇനി അടുത്തതായി ഇന്നത്തെ പരിപാടിക്ക് ഔദ്യോഗികമായി നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി 2ാം വർഷ BEd സോഷ്യൽ സയൻസ് വിദ്യാർത്ഥിനിയായ സാന്ദ്ര AS-നെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പ്രതിവാര പുസ്തക നിരൂപണമായ ഈ പരിപാടിക്ക് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ പരിപാടി അവതരിപ്പിക്കാനായിട്ട് അവസരമൊരുക്കി തന്ന നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിന് നന്ദി അറിയിക്കുന്നു. ഈ ഒരു പരിപാടി എല്ലാ വ്യാഴാഴ്ചയും വളരെ വിജയകരമായി തന്നെ നടന്നു ഈ പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഹീരാമിസിന്റെയും കൃഷ്ണകുമാർ സാറിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ്. അപ്പോൾ സാറിനും ഹീരാമിസിനും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. NS മാധവൻ സാറിന്റെ ഹിഗ്യുറ്റ എന്ന ചെറുകഥാ സമാഹാരത്തെ നമ്മളിലേക്ക് എത്തിച്ച സജിത ടീച്ചർ, ടീച്ചറിന്റെ വായനാനുഭവത്തെ വളരെ മികച്ച ഒരു രീതിയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ടീച്ചറിന് ഈ ഒരു നിരൂപണത്തിലൂടെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഒരു നിരൂപണം ശ്രവിച്ച എല്ലാവർക്കും ഈ ഒരു പുസ്തകം ഹിഗ്യുറ്റ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം വായിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്ന തരത്തിലുള്ള ഒരു പുസ്തക നിരൂപണമായിരുന്നു. അപ്പോൾ ടീച്ചറിനും എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ പരിപാടിയുടെ സ്നേഹിക്കും, ആങ്കറിങ് ചെയ്ത മേഘനയ്ക്കും, ഈ പരിപാടിയുടെ തന്നെ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള ലേനയ്ക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടീച്ചറെ, അപ്പൊ പറഞ്ഞോളൂ ടീച്ചറെ. ഒരുപാട് സന്തോഷം ടീച്ചറെ. പറഞ്ഞ പോലെ അവിടെയും മഴയുണ്ടെന്ന് വിചാരിക്കുന്നു. അതെ, ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്, മഴയാണ്. മഴയുണ്ട്. ആ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും, കുട്ടികൾ ഹോസ്റ്റലിലും ഒക്കെയാണ് കുറെ ആ പേരൊക്കെ. അപ്പൊ എന്തായാലും മാഷ് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞിട്ട് നാളെ ടീച്ചറെ കോണ്ടാക്ട് ചെയ്യായിരിക്കാം. ഇന്നിപ്പോ ആ ഇത്തിരി തിരക്കിന്റെ ഇടയിൽ പെട്ടുപോയതാണ്ടാണ്. അവിടെയൊക്കെ നല്ല മഴയാന്ന് പറയുന്നുണ്ടായിരുന്നു അവരവിടെ ആണല്ലേ. കോയമ്പത്തൂരും. അപ്പൊ ഒരുപാട് സന്തോഷം. നേരിൽ കാണാം ടീച്ചറെ, ഞാനും ആ ശരി. ഭാഗത്ത് വരുമ്പോ. ഓക്കെ ടീച്ചറെ, അപ്പൊ ശരി, സന്തോഷം. ടീച്ചറുടെ അമ്മയുടെ പേരെന്തായിരുന്നു ടീച്ചറെ? ചിന്ന അമ്മ ചിന്ന ചിന്ന ടീച്ചർ ചിന്ന എസ്കരിപ്പായി. ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ചിന്ന ചിന്ന എസ്കരിപ്പായി ടീച്ചർ. എന്ന് പറയും. അത് ചോദിച്ചാൽ അറിയും. ചിന്ന ടീച്ചർ. പള്ളുരുത്തി സ്കൂളിലായിരുന്നു. അത് ശരി. ഞാനവിടെ പള്ളുരുത്തി എക്വിനോസിലായിരുന്നു. സ്കൂളില്. പിന്നെ അവിലയിലും സന്തോഷം. ഞാനുണ്ടായിരുന്നു. അപ്പൊ ഇടക്കൊച്ചിയായിട്ടും ബന്ധമുണ്ട്. അത് അങ്ങനെ. ശരി. പിന്നെ മഹാരാജാസിലായിരുന്നു ഡിഗ്രി PG. അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഇത് വന്നത്. പിന്നെ ടീച്ചർ മാധവൻ ഇംഗ്ലീഷ് സാറിന്റെ അല്ലേ പഠിപ്പിക്കുന്നേ? ഞാൻ ഇംഗ്ലീഷാണ് ഇവിടെ. ആ അപ്പൊ നാളെ ഇതൊരു ഷമി മാത്യു സാറ് ഞങ്ങളുടെ കോയിൻസിഡൻസ് ഇംഗ്ലീഷ് സാറാണ്. ആയിട്ട് വന്നതാണ്. NS മാധവനെ നാളെ ആദരിക്കുന്നപ്പോഴാണ് പെട്ടെന്ന് ഇതിൽ കണ്ടപ്പോ ടീച്ചർ അവതരിപ്പിക്കുന്നത് ഇത് അറിഞ്ഞുകൊണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ എനിക്കിങ്ങനെ ഒരു ക്ഷണം നമ്മുടെ വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടികൾക്കൊക്കെ ചടങ്ങിൽ പങ്കെടുക്കാൻ. വ്യക്തമായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആയിരുന്നോ? വളരെ ക്ലിയർ ക്ലിയർ ആയിരുന്നു. ആയിരുന്നു. ഇടയ്ക്ക് ചെറിയൊരു അത് ഇവിടുത്തെ പ്രശ്നമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം ആ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ ഒരു. പക്ഷെ വളരെ ആ നന്നായിരുന്നു ടീച്ചറെ. ഒരുപാട് പറയണമെന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി എല്ലാവരും തിരക്കളും ടീച്ചറും തിരക്കിലാണ്. പിന്നെ അതെ ഒരു അതെ മഴയുടെ അതെ പ്രശ്നം അതെ. ഇതൊക്കെ കൊണ്ട് നേരിട്ട് കാണാം. സന്തോഷം കാണാം കാണാം. പങ്കെടുത്തതില്. സന്തോഷം. കേട്ടോ. ഇങ്ങനെ ഒരു ഓക്കെ അവസരം ടീച്ചറെ. തന്നതിന് പ്രത്യേകം നന്ദി. ഓക്കെ ശരി. ടീച്ചറെ, കുട്ടികൾക്കും ശരി. എല്ലാവർക്കും ഇത്ര നേരം ശ്രമിച്ചതിനും ഒക്കെ നന്ദി. നന്ദി. ലെഫ്റ്റ് ആയിക്കോട്ടെ ടീച്ചറെ. ലെഫ്റ്റ് ആയിക്കോട്ടെ ടീച്ചർ. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. സാറേ, താങ്ക് യു. ഓക്കെ, ബൈ.